മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 230 വാല്യം 5 ഈശോയും മർത്തായും കഫർനാമിൽ. വിയർത്തൊലിച്ച് പൊടി കൊണ്ട് അഭിഷേകവും ചെയ്തിരിക്കുന്ന ഈശോ പത്രോസിൻ്റെയും ജോണിൻ്റെയും കൂടെ കഫർനാമിലെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പച്ചക്കറിത്തോട്ടത്തിലൂടെ അടുക്കളയിലേക്ക് കയറിയ ഉടനെ ഗൃഹനാഥൻ വളരെ പരിചയഭാവത്തോടെ പറയുന്നു, ഈശോയോ, ബെത്സയിദയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്ന ആ സ്ത്രീ വീണ്ടും നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. സ്വല്പം കാത്തിരിക്കാൻ പറഞ്ഞ് അവളെ മുകളിലത്തെ മുറിയിലേക്ക് വിട്ടിരിക്കുകയാണ്. തോമസിന് നന്ദി, ഞാൻ ഉടനെ അങ്ങോട്ട് പോകാം. മറ്റുള്ളവർ വരികയാണെങ്കിൽ ഇവിടെ കാത്തിരിക്കാൻ പറയുക. പുറംകുപ്പായം എടുത്തു മാറ്റുക പോലും ചെയ്യാതെ ഉടനെ തന്നെ ഈശോ മുകളിലേക്ക് പോയി. നടകൾ കയറി മട്ടുപ്പാവിലെത്തി. മർത്തായുടെ ഭൃത്യ മർസെല്ല അവിടെ ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ്. ഓ ഗുരുവേ, സ്വാമിനി അകത്തുണ്ട്. അങ്ങേയ്ക്കായി പല ദിവസങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഈശോയെ ആരാധിച്ച് അവൾ മുട്ടുകുത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. ഞാൻ ഉടനെ അവളെ കണ്ടുകൊള്ളാം. മാർസെല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വെയിലേറെ അടിക്കാതിരിക്കാൻ മറയായിട്ടിരിക്കുന്ന വാതിൽ വിരി പൊക്കി ഈശോ അകത്തേക്ക് കയറി. ഒരു ജനലിനരികിൽ തടാകത്തിലേക്ക് നോക്കി ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് മർത്ത. പുറംകുപ്പായവും ശിരോവസ്ത്രവും ധരിച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഉന്തി നിൽക്കുന്ന വൃക്ഷനിബിഡമായ ഒരു കുന്നുണ്ട്. അതിൻ്റെ ഭംഗി നോക്കി ലയിച്ചിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവളുടെ സ്വന്തം മാനസിക വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുന്നതാവാം. ഏതായാലും ഈശോ നടന്നു വരുന്നതിൻ്റെ മൃദുവായ ശബ്ദം അവൾ കേൾക്കുന്നതേയില്ല. അതിനാൽ അവളെ ഈശോ വിളിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഓ ഗുരുവേ! കൈകൾ രണ്ടും നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ മുട്ടിന്മേൽ നിൽക്കുന്നു. പിന്നീട് നെറ്റി തറയിൽ വെച്ച് പ്രണമിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു. എന്തു പറ്റി? എഴുന്നേൽക്കൂ. നീ എന്തിനാണ് ഇത്രയധികം വേദനിച്ച് കരയുന്നത്? എന്നോട് പറയാൻ എന്തെങ്കിലും ദൗർഭാഗ്യമുണ്ടായോ? ഉണ്ടോ? അതെന്താ? ഞാൻ ബദനിയിൽ ചെന്നിരുന്നു എന്ന കാര്യം നിനക്കറിയാമോ? അറിയാം അല്ലേ? എന്നോട് പറഞ്ഞത് സന്തോഷവാർത്തയുണ്ടെന്നാണല്ലോ. എന്നാൽ ഇപ്പോൾ നീ കരയുകയാണ്. എന്തു സംഭവിച്ചു? അവളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് ഭിത്തിയരികിൽ ഒരു ബെഞ്ചിന്മേലിരുത്തി. ഈശോ അവളുടെ അടുത്ത് അഭിമുഖമായിരുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ പുറംകുപ്പായവും മൂടുപടവും മാറ്റൂ. അതിനുള്ളിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരിക്കണം. ഇത്രയും വിഷമിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മർത്തായുടെ മുഖം എനിക്ക് കാണണം. അതിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ കാർമേഘങ്ങളും ഞാൻ നീക്കിക്കളയും. മർത്ത അനുസരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് വീർത്ത കണ്ണുകളും ചുവന്നിരിക്കുന്ന മുഖവും ഇപ്പോൾ കാണാം. കൊള്ളാം, ഞാൻ നിന്നെ സഹായിക്കാം. മേരി നിനക്ക് ആളയച്ചു. അവൾ വളരെ കരഞ്ഞു. എന്നെക്കുറിച്ച് അനേകം കാര്യങ്ങൾ അറിയാൻ അവൾ ആഗ്രഹിച്ചു. നീ ഓർത്തു അതൊരു നല്ല അടയാളമാണെന്നായിരുന്നു. അതിനാൽ അത്ഭുതം പൂർത്തീകരിക്കാൻ ഞാൻ വരണമെന്ന് നീ ആവശ്യപ്പെട്ടു. ഞാനിതാ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒന്നുമില്ല ഗുരുവേ, എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ ആഗ്രഹത്തിൻ്റെ ആധിക്യ നിമിത്തം ഇല്ലാത്തത് ഞാൻ കാണുന്നു. നിന്നെ ഞാൻ വരുത്തിയത് വെറുതെ ആയിപ്പോയി. മേരി മുൻപത്തേക്കാൾ മോശമാണിപ്പോൾ. ഇല്ല, ഞാൻ എന്താണ് പറയുന്നത്? അവളെക്കുറിച്ച് ദൂഷ്യം പറയുകയാണ്. ഞാൻ കള്ളം പറയുകയാണ്. അവൾ കൂടുതൽ മോശമല്ല. കാരണം പുരുഷന്മാരെയും ഇപ്പോൾ അവൾക്ക് വേണ്ട. അവൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും വളരെ ചീത്തയാണ്. അവൾക്ക് ഭ്രാന്താണെന്ന് തോന്നും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നേരത്തെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെ പറഞ്ഞ് ആശ്വാസരഹിതയായി മർത്ത കരയുന്നു. ഇപ്പോൾ നീ ശാന്തമാകൂ. എന്നിട്ട് അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എന്നോട് പറയൂ. എന്തുകൊണ്ടാണ് അവൾ ചീത്തയായിരിക്കുന്നത്? ഇപ്പോൾ പുരുഷന്മാരാരും അവൾക്ക് ചുറ്റും വേണ്ടാത്തതുകൊണ്ട് അവൾ വീട്ടിൽ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നന്നായി. അതും വളരെ നല്ല കാര്യം. നീ അവളോടുകൂടെ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞതും പ്രലോഭനങ്ങളിൽ വീഴാതെ അവളെ സംരക്ഷിക്കാനാണെന്ന് വിചാരിക്കാം. തെറ്റിൽ വീഴിക്കാൻ സാധ്യതയുള്ള പരിചിതരെയും അതുപോലുള്ള ബന്ധങ്ങളിലേക്ക് നയിക്കുന്നവയെയും ഒഴിവാക്കാനായിരിക്കണം നിന്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്നതും. ഇതെല്ലാം സന്മനസ്സിൻ്റെ അടയാളങ്ങളാണ്. ഗുരുവേ, അങ്ങ് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? തീർച്ചയായും. അപ്പോൾ അവൾ ചീത്തയാണെന്ന് നീ വിചാരിക്കുന്നത് എന്തിനാണ്?
അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എന്നോട് പറയോ? ഈശോയുടെ വാക്കുകൾ നിമിത്തം ധൈര്യം കിട്ടിയ മർത്ത പറയുന്നു. ഞാൻ ഇവിടെ വന്നതിൽ പിന്നെ മേരി വീട്ടിൽ നിന്നോ ഉദ്യാനത്തിൽ നിന്നോ പുറത്തേക്ക് പോയിട്ടില്ല. അവളുടെ ബോട്ടിൽ തടാകത്തിലേക്കും പോയില്ല. അവളുടെ ധാത്രി എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പും അവൾ പുറത്തേക്ക് പോയിരുന്നില്ല എന്നാണ്. ഈ വ്യത്യാസം പെസഹ മുതലാണ് കാണുന്നത്. എങ്കിലും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചില ആളുകൾ ഇവിടെ വരാറുണ്ടായിരുന്നു. എപ്പോഴും അവരെ അവൾ നിരസിച്ചിരുന്നില്ല. ചിലപ്പോൾ ഒരുത്തരെയും അവളുടെ പക്കലേക്ക് കടത്തിവിടരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കും. എപ്പോഴും പാലിക്കേണ്ട ഒരു കൽപ്പനയായിട്ടാണ് അത് കരുതപ്പെടുന്നത്. എങ്കിലും ചിലപ്പോൾ വളരെ ദേഷ്യത്തോടെ ഭൃത്യരെ അവൾ അടിച്ചിരുന്നു. സന്ദർശകരുടെ സ്വരം കേട്ടുകൊണ്ട് അവൾ ഹാളിലേക്ക് വരും. അവരെ പറഞ്ഞയച്ചു എന്ന് കാണുമ്പോൾ ദേഷ്യപ്പെട്ട് വേലക്കാരെ അടിക്കും. എങ്കിലും ഞാൻ വന്ന ശേഷം അവൾ അത് ചെയ്തിട്ടില്ല. ഞാൻ വന്ന അന്ന് രാത്രി അവൾ എന്നോട് പറഞ്ഞു, എന്നെ പുറകിലേക്ക് പിടിച്ചുകൊള്ളണം, ആവശ്യമെങ്കിൽ കെട്ടിയിടണം. ഒരു കാരണവശാലും എന്നെ വെളിയിലേക്ക് വിടരുത്. നിന്നെയും എൻ്റെ ധാത്രിയെയും അല്ലാതെ മറ്റാരെയും കാണാൻ എന്നെ അനുവദിക്കരുത്. കാരണം എനിക്ക് സുഖമില്ല. സുഖം പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ അടുത്തേക്ക് വരുന്നവരും ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരും പനി പിടിച്ച ചെളിക്കുണ്ടുകൾ പോലെയാണ്. അവർ എന്നെ കൂടുതൽ വഷളാക്കുന്നു. അവർ കാണാൻ സുന്ദരന്മാരാണ്. എല്ലാ പുഷ്പങ്ങളും സന്തോഷവും അവയുടെ ഫലങ്ങളെല്ലാം പ്രീതി ഉളവാക്കുന്നു. ഞാൻ ഒരു സാധു നികൃഷ്ടയായതുകൊണ്ട് അവയെ ചേർത്ത് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. മർത്ത, നിന്റെ സഹോദരി ദുർബലയാണ്. ഈ ദൗർബല്യം കൊണ്ട് ചിലർ മുതലെടുക്കുന്നു. എന്നെക്കൊണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നു. എന്നാൽ എന്നിലുള്ള ഒരു വശം അത് അംഗീകരിക്കുന്നില്ല. എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിൽ ബാക്കിയായിട്ടുള്ള ഏക കാര്യം. എന്നിട്ട് അവൾ കരഞ്ഞു. അവൾ പറഞ്ഞതുപോലെയെല്ലാം ഞാൻ ചെയ്തു. അവൾ സൽബുദ്ധി കാണിച്ചിരുന്നപ്പോഴെല്ലാം ഞാനത് ശാന്തമായി ചെയ്തു. എന്നാൽ കൂട്ടിൽ കിടക്കുന്ന വൻമൃഗത്തെ പോലെ അവൾ കാണപ്പെട്ടപ്പോഴെല്ലാം ഞാൻ വളരെ കർശനമായി പെരുമാറി. എന്നോട് ഒരിക്കൽ പോലും അവൾ എതിർത്തിട്ടില്ല. നേരെ മറിച്ച് ഏറ്റവും ശക്തമായ പ്രലോഭനങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ പാദത്തിൽ വീണ് കരയുന്നു. എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന്. എന്തിനാണ് നിന്നോട് ക്ഷമിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കുറച്ച് സമയം മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് നീ വെളിയിൽ പോകുന്നില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ നിന്നെ എൻ്റെ മനസ്സിൽ വെറുക്കുകയും ശപിക്കുകയും ചെയ്തു. നീ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവെ, അവളോട് ദയ തോന്നുകയല്ലേ വേണ്ടത്? അവൾക്ക് ഭ്രാന്തായിരിക്കുമോ? അവളുടെ തിന്മകൾ അവളെ ഭ്രാന്തിയാക്കിയോ? എനിക്ക് തോന്നുന്നത് അവളുടെ കാമുകന്മാരിൽ ഒരാൾ അവൾക്ക് കൈവിഷം കൊടുത്തിട്ടുണ്ടെന്നാണ്. അവൻ്റെ കാമവികാരങ്ങൾക്ക് അവളെ അടിമയാക്കാൻ കൊടുത്ത വിഷം അവളുടെ തലയിലേക്ക് കയറിയിട്ടുണ്ടാകണം. അല്ല, കൈവിഷവും ഭ്രാന്തുമൊന്നുമല്ല. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ കാര്യമാണിത്. എന്നിട്ട് അങ്ങനെ എന്നോട് ബഹുമാനവും അനുസരണയും കാട്ടുന്നുണ്ട്. വേലക്കാരികളെ ഇപ്പോൾ ഉപദ്രവിക്കുന്നുമില്ല. എങ്കിലും ആദ്യത്തെ രാത്രി കഴിഞ്ഞതിൽ പിന്നെ നിന്നെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ നിന്റെ കാര്യം വല്ലതും പറഞ്ഞാൽ ഉടനെ അവൾ വിഷയം മാറ്റും. മാളികപ്പറമ്പിലെ പാറപ്പുറത്ത് അനേകം മണിക്കൂറുകൾ തടാകത്തിലേക്ക് നോക്കി അവളിരിക്കും. ഒരു വള്ളം അതിലേക്ക് പോകുമ്പോൾ അവൾ ചോദിക്കും, അത് ഗലീലിയായിലെ മുക്കുവരുടേതാണോ എന്ന്. ഒരിക്കലും നിന്റെ നാമമോ അപ്പസ്തോലന്മാരുടെ നാമമോ അവൾ ഉച്ചരിക്കയില്ല. എന്നാൽ നീയും അവരും പത്രോസിൻ്റെ വള്ളത്തിൽ കാണുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ഞങ്ങൾ തോട്ടത്തിൽ നടക്കുമ്പോഴോ കിടക്കാൻ പോകുന്നതിന് മുമ്പോ ഞാൻ തുന്നൽപ്പണി ചെയ്യുകയായിരിക്കും. അവൾ ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കുകയില്ല. അവൾ എന്നോട് ചോദിക്കും, നീ അനുസരിക്കുന്ന പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന്. ചിലപ്പോൾ അവൾ കരയും, ചിലപ്പോൾ നിന്നയോടെ ചിരിക്കും. ഭ്രാന്തിയെപ്പോലെയോ പിശാചിനെ പോലെയോ എന്ന് തോന്നിപ്പോകും. വേറെ ചില അവസരങ്ങളിൽ മുടി അഴിച്ചിടും. എപ്പോഴും വളരെ കലാപരമായി അലങ്കരിച്ചു വയ്ക്കുന്ന മുടി പിന്നീട് രണ്ടായി പിന്നും. എൻ്റെ ഒരു ഉടുപ്പും ധരിച്ചിട്ട് വന്നിട്ട് ചോദിക്കും,
ഇങ്ങനെയാണോ മേരി നടക്കേണ്ടത്? അവളുടെ മുടി മുൻപിലേക്കോ പിറകിലേക്കോ ഇടും. കഴുത്തു മറഞ്ഞിരിക്കുന്ന ഉടുപ്പായിരിക്കും ധരിക്കുക. എന്നാലും ചിലപ്പോൾ അവളുടെ മുടിയിൽ ചുംബിച്ചുകൊണ്ട് കരയും. അവളുടെ പിന്നിയ മുടിക്ക് അവളുടെ കൈയുടെ വണ്ണവും കാൽമുട്ട് വരെ നീളവുമുണ്ട്. ജീവനുള്ള സ്വർണം. എൻ്റെ അമ്മയ്ക്ക് അതേക്കുറിച്ച് എന്തഭിമാനമായിരുന്നു. ചിലപ്പോൾ ഭയം തോന്നിക്കുന്ന വിധം ചിരിക്കും. എന്നിട്ട് എന്നോട് പറയും, നോക്കൂ, ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കഥ കഴിക്കും. ഒപ്പം മുടി വരെ കഴുത്തിൽ ചുറ്റി മുറുക്കി വലിക്കും, മുഖം നീല നിറമാകുന്നതുവരെ. സ്വയം ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണെന്ന് തോന്നുന്നു. ചില സമയം അവളെ തന്നെ ഉപദ്രവിക്കും. അത് സംഭവിക്കുന്നത് മാംസത്തിൻ്റെ പ്രലോഭനങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ്. ചിലപ്പോൾ നെഞ്ചിനിടിക്കും. മുഖം ശക്തിയായി മാന്തും. ഭിത്തിക്കിട്ട് തല കൊണ്ടിടിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ പറയും. നിർജീവമായ കലക്കമുള്ള നോട്ടത്തോടെയാണ് പറയുന്നത്. എന്നെ തന്നെ ചീന്തിക്കളയാൻ, എൻ്റെ ഉദരവും തലയും കഷ്ണം കഷ്ണമാക്കാൻ. ഉപദ്രവം ചെയ്യുന്ന ശപിക്കപ്പെട്ട കൂട്ടങ്ങൾ നശിപ്പിക്കണം. ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും നിന്നെക്കുറിച്ച് അവളോട് പറയുന്നുണ്ട്. നിന്റെ ശിഷ്യകളിൽ ഏറ്റവും വിശ്വസ്ത അവളാണെന്ന ഭാവത്തിലാണ് പറയുന്നത്. ചിലപ്പോഴെല്ലാം അവളുടെ സാന്നിധ്യത്തിൽ നിന്റെ പേര് പറയുമ്പോൾ എനിക്ക് കാരുണ്യമൊന്നും ലഭിക്കുകയില്ല. എല്ലാ അതിരുകൾക്കും അപ്പുറത്ത് ഞാനായിപ്പോയി. പിന്നീട് നിരാശയുടെ ഒരു ഭ്രാന്ത് കളിയാണ്. അവളെ സ്വയം അടിച്ച് രക്തം വരുത്തും. എന്നെ പിച്ചു ചീന്തുന്ന ഈ സത്വം എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഉള്ളത്? അത് എനിക്കൊരു സമാധാനവും തരുന്നില്ല. മധുരമുള്ള സംഗീതം എന്നെ കേൾപ്പിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിക്കാൻ അത് പ്രേരിപ്പിക്കുന്നു. പിന്നീട് എൻ്റെ മാതാപിതാക്കൾ എന്നെ ശപിക്കുന്ന സ്വരം ഞാൻ കേൾക്കുന്നു. നിന്റെയും ലാസറസിൻ്റെയും സ്വരവും ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും എന്നെ ശപിക്കുന്നു. ഇസ്രായേലും എന്നെ ശപിക്കുന്നു. ഈ സ്വരം എല്ലാം അത് എന്നെ കേൾപ്പിക്കുന്നത് എനിക്ക് ഭ്രാന്ത് വരുത്താനാണ്. അവൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മറുപടി കൊടുക്കുന്നത് ഇപ്രകാരമാണ്. ഒരു ജനത മാത്രമായ ഇസ്രായേലിനെക്കുറിച്ച് നീ എന്തിനാകുലയാകുന്നു? ദൈവത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? നീ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാതെ എല്ലാറ്റിനെയും ചവിട്ടി മെതിച്ചതിനാൽ ഇപ്പോൾ എല്ലാറ്റിനെയും ജയിക്കാൻ ശ്രമിക്കൂ. ലോകകാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടാതെ ദൈവത്തെ മാത്രം ശ്രദ്ധിക്കുക. നിന്റെ മാതാപിതാക്കളെയും ഓർമ്മിക്കുക. നിന്റെ ജീവിതം നീ വ്യത്യാസപ്പെടുത്തുമെങ്കിൽ അവർ നിന്നെ ശപിക്കുകയില്ല. നേരെ മറിച്ച് അവരുടെ ഇരു കരങ്ങളും നിന്റെ നേർക്ക് നീട്ടി സ്വീകരിക്കും. ഇതെല്ലാം ഒരു കെട്ടുകഥ കേൾക്കുന്ന താല്പര്യത്തോടും വിസ്മയത്തോടും കൂടെ അവൾ കേൾക്കും. അനന്തരം കരയും. മറുപടി ഒന്നും പറയുകയില്ല. എന്നാൽ ചിലപ്പോൾ അവൾ വീഞ്ഞും ലഹരിയുള്ള മരുന്നുകളും വേലക്കാരോട് ആവശ്യപ്പെടും. അവയെല്ലാം ഉള്ളിലാക്കിയ ശേഷം വിശദീകരണം പറയും. ഞാൻ എല്ലാം മറക്കാൻ വേണ്ടിയാണ് ഇവ കഴിക്കുന്നത്. ഇപ്പോൾ ഈ തടാക പ്രദേശത്ത് നീ ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്നോട് പറയുന്നുണ്ട്. ഒരിക്കൽ ഞാനും നിന്റെ കൂടെ വരും. ഞാൻ വരുന്ന വിവരം അവൾക്കറിയാം. അവൾക്ക് തന്നെ കുറവാകത്തക്ക വിധം ചിരിച്ച് അട്ടഹസിച്ച ശേഷം പറയും. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുകൾ ചാണകക്കുനയിന്മേലും പതിക്കും. എന്നാൽ അവൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് അവൾ ഉറക്കമായി എന്നുറപ്പു വരുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. കുടിയും കരച്ചിലും ദേഷ്യപ്പാടും എല്ലാം കൊണ്ട് തളർന്നു വീണാണ് ഉറക്കം. ഇന്നും അങ്ങനെയാണ് പോന്നത്. അവൾ ഉണരുന്നതിന് മുമ്പ് തിരിച്ചെത്തണം. ഇതാണെൻ്റെ ജീവിതം. എൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നു. അവൾ വീണ്ടും കരയും. മുമ്പിലത്തേക്കാൾ ദുഃഖത്തോടെ കരയും. കാരണം ശാന്തമായി സംസാരിക്കാനുള്ള പരിശ്രമങ്ങളൊന്നുമില്ലല്ലോ. മർത്ത, ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതായത് മേരിക്ക് രോഗമാണെന്ന്. നീ അത് വിശ്വസിക്കാൻ ശ്രമിച്ചില്ല. ഇപ്പോൾ നീ അത് കാണുന്നു. അവൾക്ക് ഭ്രാന്താണെന്ന് നീ പറയുന്നു. അവൾ തന്നെത്താൻ പറയുന്നു അവൾക്ക് രോഗമാണെന്നും പാപകരമായ ഒരു പനിയുണ്ടെന്നും. ഞാൻ പറയുന്നു അവൾ രോഗിയായിരിക്കുന്നത് ഒരു പിശാച് അവളെ ബാധിച്ചിരിക്കുന്നതിനാലാണ്. അതും ഒരു രോഗമാണ്.
ചിതമല്ലാത്ത പെരുമാറ്റം, വലിയ ദേഷ്യം, കണ്ണീർ, സ്വയം പീഡനം, എന്നെക്കുറിച്ചുള്ള ആഗ്രഹം, ഇവയെല്ലാം അവളുടെ രോഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയാണ് കാണിക്കുന്നത്. എല്ലാം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണിപ്പോൾ. അതാണ് ഈ തകർച്ചയ്ക്കെല്ലാം കാരണം. അവളോട് ക്ഷമ കാണിക്കുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന നീ ശരിയായി പ്രവർത്തിക്കുന്നു. എന്നെക്കുറിച്ചും അവളോട് നീ സംസാരിക്കുന്നത് നല്ലതാണ്. അവളുടെ സാന്നിധ്യത്തിൽ എൻ്റെ പേര് പറയുന്നതിന് വിഷമം വിചാരിക്കേണ്ട. എൻ്റെ മേരിയുടെ പാവപ്പെട്ട ആത്മാവിനെയും എൻ്റെ പിതാവാണ് സൃഷ്ടിച്ചത്. മറ്റാത്മാക്കളിൽ നിന്നും ഒരു വിധത്തിലും അത് വ്യത്യസ്തമല്ല. നിന്റെയും ലാസറസിൻ്റെയും അപ്പസ്തോലന്മാരുടെയും ശിഷ്യരുടെയും ആത്മാക്കളിൽ നിന്നും അത് വ്യത്യസ്തമല്ല. എൻ്റെ മേരിയുടെ പാവപ്പെട്ട ആത്മാവ്, ഇത്രയധികം സഹിക്കുന്ന മേരിയുടെ ആത്മാവ്, സാർവത്രികമായ ആദ്യ വിഷത്തിന് പുറമെ 7 വിഷം കൂടെ ഉള്ളിൽ ചെന്നിട്ടുള്ള പാവം മേരി. ഓ ബന്ധനത്തിലായിരിക്കുന്ന മേരി, എങ്കിലും അവൾ എൻ്റെ പക്കലേക്ക് വരട്ടെ. ഞാൻ ശ്വസിക്കുന്ന വായു അവൾ ശ്വസിക്കട്ടെ. എൻ്റെ സ്വരം അവൾ കേൾക്കുകയും എൻ്റെ നോട്ടം അവൾ കാണുകയും ചെയ്യട്ടെ. അവൾ ചാണകമെന്ന് സ്വയം വിളിക്കുന്നു. ഓ സാധു, എൻ്റെ പ്രിയ ആത്മാവ്, അവളിൽ കുടിയിരിക്കുന്ന 7 പിശാചുകളിൽ ഏറ്റവും ദുർബലനായത് അഹങ്കാരമെന്ന പിശാചാണ്. അക്കാരണം കൊണ്ട് മാത്രം അവൾ രക്ഷിക്കപ്പെടും. അവൾ വെളിയിലേക്കിറങ്ങുമ്പോൾ വീണ്ടും വഴി തെറ്റിക്കുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടുമോ? അതേക്കുറിച്ച് അവൾക്ക് തന്നെ ഭയമാണ്. തിന്മയെ വെറുക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭയം ഇനി എന്നും അവൾക്കുണ്ടായിരിക്കും. നീ ഭയപ്പെടേണ്ട. ദൈവത്തോടടുക്കണം എന്ന് ഒരാത്മാവ് ആഗ്രഹിക്കുമ്പോൾ നന്മയുടെയും ദുഷ്ടമനുഷ്യരുടെയും ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാൻ അത് ശക്തമാകും. പൈശാചിക ശത്രുവാണ് അതിനെ ഇതുവരെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ തൻ്റെ ഇര താമസിയാതെ നഷ്ടപ്പെടും എന്ന് പിശാചിന് മനസ്സിലാകും. മാനുഷിക രീതിയിൽ മാത്രം ചിന്തിക്കുന്ന അഹം വേറൊരു ശത്രുവാണ്. അത് സ്വന്തം മാനുഷികമായ വിധികൾ ദൈവത്തിൻ്റെതായി സ്വയം ധരിപ്പിക്കും. മനുഷ്യൻ്റെ അഹന്തയെ നിയന്ത്രിക്കാനിടയാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ആത്മാവ് ധ്രുവ നക്ഷത്രം കണ്ടു കഴിഞ്ഞു. ഇനി അതിന് വഴിതെറ്റുകയില്ല. അതിനാൽ അവളോട് നീ ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, ഇസ്രായേലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നൊന്നും വീണ്ടും പറയരുത്. ഇങ്ങനെ പറയുന്നതും പരോക്ഷമായ ഒരു ശാസനയാണ്. അതൊരിക്കലും ചെയ്യരുത്. അവൾ തീക്കുണ്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടേയുള്ളൂ. ശരീരമാകെ ഏകവ്രണമായിരിക്കുന്നു. ദയ, ക്ഷമ, പ്രത്യാശ എന്നിങ്ങനെയുള്ള തൈലം കൊണ്ട് മെല്ലെ സ്പർശിക്കാനേ പാടുള്ളൂ. ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. നീ വരാൻ ഉദ്ദേശിക്കുമ്പോൾ വിവരം അവളോട് പറയണം. എന്നാൽ എൻ്റെ കൂടെ വരൂ എന്ന് ഒരിക്കലും പറയരുത്. നേരെ മറിച്ച് അവൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ അന്ന് വരികയേ വേണ്ട. നീ തിരിച്ചുപോയി അവൾക്കായി കാത്തിരിക്കൂ. കാരുണ്യ നിമിത്തം തകർന്നവളായി അവൾ നിന്റെ പക്കലേക്ക് തിരിച്ചു വരും. കാരണം അവളെ പിടിയിലമർത്തി വച്ചിരിക്കുന്ന ദുഷ്ടശക്തിയെ നീക്കിക്കളയേണ്ടതുണ്ട്. ഏതാനും മണിക്കൂറുകൾ അവളുടെ രക്തക്കുഴലുകളെല്ലാം മുറിഞ്ഞു പോയതുപോലെയും അസ്ഥികളെല്ലാം നീക്കം ചെയ്തതുപോലെയും അനുഭവപ്പെടും. എന്നാൽ കുറച്ചു സമയം കഴിയുമ്പോൾ അവൾക്ക് സുഖം തോന്നും. ഒന്നും സംസാരിക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരിക്കുകയില്ല. വലുതായ വാത്സല്യവും മൗനവുമായിരിക്കും അപ്പോഴുള്ള പ്രധാന ആവശ്യങ്ങൾ. നീ അവളുടെ രണ്ടാമത്തെ കാവൽദൂതനായിരുന്നാൽ എന്ന പോലെ അവളെ സഹായിക്കൂ. എന്നാൽ നിന്റെ സാന്നിധ്യം മനസ്സിലാകരുത്. അവൾ കരയുകയാണെങ്കിൽ കരയട്ടെ. സ്വയം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടാൽ വിസ്മയിക്കേണ്ട. അവളെ അലട്ടേണ്ട. അവൾ ഒരു സമയത്ത് പുഞ്ചിരി തൂക്കുകയും ഉടനെ തന്നെ ഗൗരവമാവുകയും ചെയ്യുന്നതും കണ്ടാൽ, അവളുടെ മുഖം മാറുന്നതും നോട്ടത്തിന് വ്യത്യാസമുണ്ടാകുന്നതും ഭാവം തന്നെ വേറെയാകുന്നതുമെല്ലാം കണ്ടാലും ഒന്നും ചോദിക്കരുത്. ഒരു തരത്തിലും അസഹ്യത വരുത്തരുത്. താഴേക്ക് ഇറങ്ങിയപ്പോൾ സഹിച്ചതിനേക്കാൾ അധികമായി മുകളിലേക്കുള്ള കയറ്റത്തിൽ അവൾ സഹിക്കുന്നുണ്ട്. തന്നെത്താൻ കീഴോട്ടിറങ്ങിയതുപോലെ തന്നെത്താൻ മുകളിലേക്ക് കയറണം.
അവൾ താഴേക്ക് നീങ്ങിയപ്പോൾ നിന്റെ കണ്ണുകൾ അസഹ്യമായിരുന്നു, കാരണം നിന്റെ കണ്ണുകൾ നിറയെ ശാസനയായിരുന്നു. ഇപ്പോഴും നീ നോക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുകയില്ല, കാരണം ഇപ്പോൾ ലജ്ജ അവൾക്ക് വീണ്ടു കിട്ടിയിരിക്കുന്നു. അന്ന് സാത്താൻ അവളെ പിടിച്ചിരുന്നു. ഒരു ദുഷ്ടശക്തി അവളെ ശക്തിപ്പെടുത്തിയിരുന്നതിനാൽ ലോകത്തെ മുഴുവൻ അവൾ വെല്ലുവിളിച്ചിരുന്നു. എങ്കിൽ തന്നെ അവളുടെ പാപത്തിൽ നീ അവളെ കാണുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനി സാത്താൻ അവളുടെ യജമാനനല്ല, ഒരതിഥിയാണ്. എങ്കിലും അവൾ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. എന്നെ ഇനിയും അവൾക്ക് ലഭിച്ചിട്ടില്ല, അതിനാലാണ് അവൾ ബലഹീനയായിരിക്കുന്നത്. അവളുടെ രക്ഷകനോട് പാപങ്ങൾ ഏറ്റു പറയുന്നത് നീ കാണുക എന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. അവളുടെ ശക്തി മുഴുവൻ 7 തലയുള്ള പിശാചിൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് കീഴ്പ്പെടുത്തുന്നതിന് ഉപയോഗപ്പെടുത്തുകയാണ്. ബാക്കി ഒന്നും ചെയ്യാൻ അവൾക്ക് ശക്തിയില്ല, നിസ്സഹായയാണ്. വസ്ത്രവുമില്ല, എന്നാൽ അവളെ വീണ്ടും വസ്ത്രങ്ങൾ അണിയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. മർത്ത, സമാധാനത്തിൽ പോകൂ. നയത്തോടെ അവളെ അറിയിക്കണം. നാളെ ഞാൻ കഫർനാമിൽ വെള്ളം ശക്തിയായി ഒഴുകുന്ന അരുവിയുടെ അടുത്ത് വേസ്പര കഴിഞ്ഞ് പ്രസംഗിക്കുന്നുണ്ടെന്ന്. സമാധാനത്തിൽ പോകുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. മർത്തായ്ക്ക് എന്നിട്ടും വിഷമമാണ്. വിശ്വാസമില്ലാത്തവളാകാതിരിക്കൂ മർത്ത, അവളെ സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ പറയുന്നു. ഇല്ല എൻ്റെ കർത്താവേ, ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഓ, അവൾക്ക് ശക്തി കിട്ടുന്നതിന് കൊടുക്കാൻ എന്തെങ്കിലും തരണമേ. അവൾ ഇത്രയധികം വേദനിക്കുന്നുണ്ട്. പിശാചിനെ കീഴടക്കി ജയിക്കാൻ അവൾക്ക് കഴിയാതെ വരുമോ എന്നാണ് എൻ്റെ ഭയം. നീ ഒരു കൊച്ചു പെൺകുട്ടിയായി പോയല്ലോ. മേരിക്ക് ഞാനുമുണ്ട്, നീയുമുണ്ട്. അപ്പോൾ വിജയിക്കാതിരിക്കാൻ പറ്റുമോ? എങ്കിലും ഇതെടുത്തുകൊള്ളൂ. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത നിന്റെ കൈ ഇങ്ങു കൊണ്ടുവാ. ഈ കൈ എന്നും ദയയും കരുണയും ഭക്തിയും നിറഞ്ഞ് പ്രവർത്തനനിരതമായിരുന്നു. അത് എപ്പോഴും സ്നേഹത്തിനായും പ്രാർത്ഥനയ്ക്കായും ഉപയോഗിച്ചിരുന്നു. അത് ഒരിക്കലും അലസമോ അഴിമതിയുള്ളതോ ആയിട്ടില്ല. ഇപ്പോൾ അത് എൻ്റെ കൈകളുടെയും ഇടയിൽ ഞാൻ വെച്ച് കൂടുതൽ വിശുദ്ധിയുള്ളതാക്കുന്നു. ഈ കരം പിശാചിനെതിരെ ഉയർത്തുക, അവന് അത് സഹിക്കാൻ കഴിയുകയില്ല. എൻ്റെ ഈ ബെൽറ്റും എടുത്തുകൊള്ളൂ. ഒരിക്കലും അത് കൈവിട്ടു പോകരുത്. അവളെ നീ കാണുന്ന അവസരങ്ങളിലെല്ലാം നിന്നോട് ഇപ്രകാരം സ്വയം പറയുക: ഈശോയുടെ ശക്തി ഈ ബെൽറ്റിൻ്റേതിനേക്കാൾ വളരെ വലുതാണ്. ആ ശക്തിയാൽ എല്ലാറ്റിനെയും, പിശാചുക്കളെയും ഭൂതങ്ങളെയും ജയിക്കാൻ കഴിയും. ഞാൻ ഒട്ടും ഭയപ്പെടരുത്. ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ? എൻ്റെ സമാധാനം നിന്നോടുകൂടെ. സമാധാനത്തിൽ പോകൂ. മർത്ത ഈശോയെ ആരാധിച്ച ശേഷം പോകുന്നു. അവൾ വണ്ടിയിൽ കയറുന്നത് നോക്കി ഈശോ പുഞ്ചിരി തൂകുന്നു. മർസല്ല വണ്ടി ഗേറ്റിൻ്റെ അടുത്ത് തയ്യാറാക്കിയിരിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അവർ മഗ്ദലായിലേക്ക് തിരിച്ചു പോകുന്നു.